ഈ നാട്ടിൽ സെലിബ്രിറ്റികൾക്ക് ഒരു നിയമവും സാധാരണക്കാർക്ക് മറ്റൊരു നിയമവും. ഒരു ചെറിയ പെറ്റിക്കേസിൽപ്പെട്ടാൽ പോലും സമൻസും അറസ്റ്റുമായി പോലീസ് രംഗത്തിറങ്ങുമ്പോഴാണ് റാപ്പർ വേടന് മുന്നിൽ നിയമം തലകുനിച്ചു നിൽക്കുന്നത്. എന്താ, വേടനെതിരെ പരാതി നൽകിയത് സ്ത്രീകളല്ലേ? അയാൾക്കെതിരെ ചുമത്തിയത് ബലാത്സംഗ കുറ്റമല്ലേ? ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തിട്ടും ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിക്കുന്നതുവരെയും വേടനെതിരെ ചെറുവിരൽ അനക്കാൻ പോലും പോലീസ് തയ്യാറായില്ല. കോടതിയിൽ നിന്ന് നിയമപരിരക്ഷ കിട്ടിയതോടെ വേടൻ പഴയതുപോലെ വീണ്ടും വേദിയിലെത്തി. ആരാധകരെ ഹരം കൊള്ളിച്ച് പാട്ടും പാടി. ഈ നാട്ടിൽ നടക്കുന്ന സകല അനീതികൾക്കെതിരെയും പോരാടുന്ന ന്യൂജൻ നവോത്ഥാന നായകനായ വേടൻ അയാൾ വേട്ടയാടിയ യുവതികൾക്ക് വേണ്ടി കൂടി പോരാടണം. എന്തേ, അവർക്കും ഈ നാട്ടിൽ നീതി വേണ്ടേ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഒരുപാട് ആളുകൾ വിചാരിക്കുന്നത് വേടൻ എവിടെയോ പോയെന്നാണ്. ഒരു കലാകാരൻ ഒരിക്കലും എവിടെയും പോകില്ല. ഞാൻ എൻ്റെ ജീവിതം ഈ ജനങ്ങളുടെ മുന്നിൽ ജീവിച്ച് മരിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. കോന്നിയിലെ സംഗീത പരിപാടിക്കിടെ പതിവ് ഡയലോഗുമായി റാപ്പർ വേടൻ രംഗത്തെത്തി. ആരാധകർ അത് കേട്ട് ആർപ്പ് വിളിച്ചു. ആ ആവേശത്തിൽ പിറ്റേന്ന് രാവിലെ തന്നെ വേടൻ എറണാകുളം തൃക്കാക്കര പോലീസിന് മുൻപാകെ ഹാജരായി. ബലാത്സംഗ കേസിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് വേടൻ ചോദ്യം ചെയ്യലിനായി എത്തിയത്. വിവാഹ വാഗ്ദാനം നൽകി യുവ ഡോക്ടറെ പീഡിപ്പിച്ചെന്ന കേസിൽ വേടന് ഹൈക്കോടതി നേരത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. അറസ്റ്റ് ചെയ്താലും ജാമ്യത്തിൽ വിട്ടയക്കാനാണ് പോലീസിനുള്ള നിർദ്ദേശം. വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തെന്ന വേടനെതിരെയുള്ള യുവതിയുടെ പരാതിയിൽ ചോദ്യം ചെയ്യൽ തുടരും. ബുധനാഴ്ചയും വേടൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഹാജരാകണം. തൃക്കാക്കര SHOയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. കേസിൽ വേടന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. വേടൻ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം പോലീസ് വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. അറസ്റ്റ് ചെയ്താലും ഉടൻ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. കോടതിയുടെ പരിഗണനയുള്ള വിഷയമായതിനാൽ ഇപ്പോൾ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും പോലീസുമായി സഹകരിക്കുമെന്നും വേടൻ വ്യക്തമാക്കി. കോടതിയുടെ പരിഗണനയുള്ള കേസായത് കാരണം ഒന്നും പറയാൻ പാടില്ല എന്നുള്ള മേളിൽ നിന്നുള്ള ഓർഡറുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഈ കേസുകൾ പൂർണ്ണമായിട്ട് തീരട്ടെ, എന്നിട്ട് എനിക്ക് എന്റെ ഭാഗം എന്തായാലും പറയണ്ടാവല്ലോ, അത് ഞാൻ എന്തായാലും പറയും. ഉണ്ട് ആവശ്യം. പത്തനംതിട്ട കോന്നിയിൽ തിങ്കളാഴ്ച നടന്ന കരയാട്ടം പരിപാടിയിലും വേടൻ പ്രതികരിച്ചിരുന്നു. ഒരുപാട് ആളുകൾ വിചാരിക്കുന്നത് വേടൻ എവിടെയോ പോയെന്നാണ്. എന്നാൽ ഒരു കലാകാരൻ ഒരിക്കലും എവിടെയും പോകുന്നില്ല. ജനങ്ങൾക്ക് മുൻപിൽ ജീവിച്ചു മരിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നതെന്നും വേടൻ പറഞ്ഞു. ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്നത് വേടൻ എവിടെയോ പോയെന്നാണ്. ഒരു കലാകാരൻ ഒരിക്കലും എവിടെയും പോകുന്നില്ല. ഞാൻ എൻ്റെ ഈ ഒറ്റ ജീവിതം ഈ ജനങ്ങളുടെ മുന്നിൽ ജീവിച്ച് മരിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. അതിജീവിതയുടെ പരാതിയിൽ തൃക്കാക്കര പോലീസാണ് വേടനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മുൻകൂർ ജാമ്യം നൽകുന്നതിനെ അതിജീവിത കോടതിയിൽ എതിർത്തിരുന്നു. ഹിരൺദാസ് മുരളി എന്ന വേടൻ സെപ്റ്റംബർ 9, 10 ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണമെന്ന പ്രധാന വ്യവസ്ഥയോടെയായിരുന്നു ജാമ്യം. സൗഹൃദത്തിലാവുകയും പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി 2 വർഷത്തിനിടയിൽ 5 തവണ പീഡിപ്പിക്കുകയും ചെയ്തെന്നാണ് യുവ ഡോക്ടർ വേടനെതിരെ നൽകിയ പരാതി. 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ കൊച്ചി, കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ വെച്ചാണ് പീഡിപ്പിച്ചെന്ന് പരാതിയിൽ പറയുന്നത്. പാട്ട് പുറത്തിറക്കാൻ എന്ന പേരിൽ 31,000 രൂപ തട്ടിയെടുക്കുകയും ചെയ്തെന്നും പരാതിയുണ്ട്. വിവാഹത്തിൽ നിന്ന് വേടൻ പിന്മാറിയത് മാനസികാരോഗ്യം തകർത്തുവെന്നും അതുകൊണ്ടാണ് പരാതി നൽകാൻ വൈകിയതെന്നുമാണ് അതിജീവിതയുടെ അഭിഭാഷക വാദിച്ചത്. എറണാകുളം സെൻട്രൽ പോലീസ് എടുത്ത മറ്റൊരു കേസിലും വേടൻ പ്രതിയാണെങ്കിലും ഈ കേസിലെ പരാതിക്കാരി ഇതുവരെ മൊഴി നൽകാത്തതിനാൽ തുടർ നടപടികൾ വൈകുകയാണ്. ലൈംഗികമായി അതിക്രമിച്ചെന്ന് കാട്ടി സംഗീത ഗവേഷകൻ നൽകിയ പരാതിയിലാണ് കേസ്. ഇതിന്മേലുള്ള മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലാണ്. ന്യൂസ് 18 കൊച്ചി. രണ്ടുപേർ തമ്മിൽ പ്രേമിക്കുന്നത് തെറ്റാണോ? ഒരാളെ സ്നേഹിച്ചതാണോ ഞാൻ ചെയ്ത കുറ്റം? എന്തിനാണ് ഈ പോലീസുകാർ ഇങ്ങനെ ചെയ്യുന്നത്? സംവിധായകൻ സനൽകുമാർ ശശിധരന് എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടോ?
സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന കേസിൽ അറസ്റ്റിലായ സനൽകുമാർ മാധ്യമങ്ങളോട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ പൊരുത്തക്കേടുള്ളതുപോലെ. പിന്തുടർന്ന് ശല്യം ചെയ്തുവെന്ന നടിയുടെ പരാതിയിലാണ് സംവിധായകനെ എളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. വിദേശത്തു നിന്നെത്തിയ സംവിധായകനെ മുംബൈ വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ച ശേഷം എളമക്കര പോലീസിന് കൈമാറുകയായിരുന്നു. എറണാകുളം മജിസ്ട്രേറ്റ് കോടതി സനലിന് പിന്നീട് ജാമ്യം അനുവദിച്ചു. സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന നടിയുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് സംവിധായകൻ സനൽകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത സനൽകുമാറിനെ രാത്രി കൊച്ചിയിലെത്തിച്ചു. രാത്രി തന്നെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുകയും കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. പരാതിക്കാരിയായ നടിയെ നിയന്ത്രിക്കുന്നത് മാഫിയയാണെന്ന് സനൽകുമാർ ആരോപിച്ചു. നടിയുടെ പേരിൽ തനിക്കെതിരെ വ്യാജ പരാതി നൽകിയത് മാനേജറാണ്. പരാതിയിൽ വസ്തുതയുണ്ടെങ്കിൽ നടി പരസ്യമായി അക്കാര്യം പറയാത്തത് എന്തുകൊണ്ടാണെന്നും സനൽകുമാർ ചോദിക്കുന്നു. തുടക്കം മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരൊരു ക്ലച്ചസിൻ്റെ പിടിയിലാണ്. അപ്പോൾ അവർക്ക് അവരുടെ പേര് മുന്നിൽ വെച്ചുകൊണ്ട് ഇതുപോലെ എനിക്ക് മാത്രമല്ല, എനിക്കെതിരെ മാത്രമല്ല, ആരാണോ അവരുമായിട്ട് മാനസികമായിട്ട് അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് ആരാണോ അവരുമായിട്ട് അടുത്ത് ശ്രമിക്കുന്നത് അവർക്കെതിരെ എല്ലാം കേസ് കൊടുക്കുന്നത്. ആ കേസിലൊന്നും തന്നെ വിചാരണ നടക്കുന്നില്ല, ആ കേസിലൊന്നും തന്നെ തെളിവ് എടുക്കപ്പെടുന്നില്ല. അപ്പോൾ അവരെയൊക്കെ ഭീഷണിപ്പെട്ട് അകറ്റാൻ വേണ്ടി മാത്രം സെയിം രീതിയിലാണ് എനിക്ക് സംഭവിച്ചത്. നടിയെ നിയന്ത്രിക്കുന്ന മാഫിയക്കൊപ്പമാണ് പോലീസ്. നടപടിക്രമം പാലിക്കാതെയാണ് കസ്റ്റഡിയും അറസ്റ്റുമെന്നും അദ്ദേഹം ആരോപിച്ചു. കെട്ടിച്ചമച്ച കേസെന്ന് കോടതിക്ക് ബോധ്യമായതുകൊണ്ടാണ് ജാമ്യം അനുവദിച്ചത്. യാതൊരു ഉപാധികളുമില്ലാതെയാണ് ജാമ്യമെന്നും സനൽകുമാർ ശശിധരൻ വ്യക്തമാക്കുന്നു. ഈ പറയുന്ന പോലെ എനിക്കൊരു ട്രാൻസിറ്റ് വാറണ്ട് ഇല്ല, ലുക്കൗട്ട് നോട്ടീസ് സത്യം പറഞ്ഞില്ല. ലുക്കൗട്ട് നോട്ടീസ് വേണമെങ്കിൽ അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അറസ്റ്റ് വാറണ്ട് വേണം, പിന്നെ ലോങ് പെൻഡിങ് കേസ് ആവണം, ഞാൻ ഒളിച്ചോടിയെന്ന് ഇത് വരണം. ഇതൊക്കെ ലുക്കൗട്ട് നോട്ടീസ് ഇല്ല. പക്ഷേ അണ്ടർഗ്രൗണ്ടിലൂടെ ഇവർ ഒരു ഇത് കൊടുക്കുകയാണ്, പാസ്പോർട്ട് ഓഫീസിൽ. അപ്പോൾ ഞാൻ ഇവിടെ ബോംബെയിൽ വന്നിറങ്ങുമ്പോൾ എന്നെ പിടിച്ച് തടഞ്ഞു വെച്ചു. ഏതാണ്ട് 1 മണിക്കൂറോളം എന്നോട് പറയുന്നില്ല എന്തിനാണ് തടഞ്ഞു വെച്ചതെന്ന് പറയുന്നത്. പിന്നീടാണ് ഞാൻ അറിയുന്നത് എളമക്കരയിൽ ഒരു ടീം വരുന്നത്. എന്താണ് ടീം എന്ന് ചോദിക്കുമ്പോൾ അതും പറയുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങളെയൊക്കെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവന് ഞാൻ പത്രക്കാരോടും ഫേസ്ബുക്കിനോടും കടപ്പെട്ടിരിക്കുന്നു എന്ന് സത്യസന്ധമായിട്ട് പറയുകയാണ്. കാരണം ഇത് രണ്ടാമത്തെ തവണയാണ്. 2022 ഇതുപോലെ ആരും അറിയാതെ എന്നെ വന്ന് പിടിച്ചുകൊണ്ട് പോയി കൊന്നുകളയാനുള്ളൊരു ശ്രമം നടന്നു. കഴിഞ്ഞ ജനുവരിയിൽ പ്രമുഖ മലയാളി നടിയെ സോഷ്യൽ മീഡിയയിലൂടെ ശല്യം ചെയ്തതിന് എളമക്കര പോലീസ് സനലിനെതിരെ കേസെടുത്തിരുന്നു. എന്നാൽ പോലീസ് കേസെടുക്കുമ്പോൾ സനൽ അമേരിക്കയിലായിരുന്നു. തുടർന്ന് അദ്ദേഹം ഇന്ത്യയിലെത്തുമ്പോൾ കസ്റ്റഡിയിലെടുക്കുന്നതിനായി പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചു. ഇതിന്റെ തുടർ നടപടിയായാണ് സനൽകുമാറിനെ കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിൽ തടഞ്ഞുവെച്ചതും പോലീസിന്റെ തുടർ നടപടികളുണ്ടായതും. ന്യൂസ് 18 കൊച്ചി. മാല ഞാൻ എടുത്തിട്ടില്ല എന്ന് പോലീസിനോട് കാലു പിടിച്ച് പറഞ്ഞതാണ്. എന്നിട്ടും അവരെ കള്ളിയാക്കി സ്റ്റേഷനിൽ വെച്ച് മാനസികമായി പീഡിപ്പിച്ചു. തിരുവനന്തപുരം പേരൂർക്കട സ്റ്റേഷനിൽ അന്ന് സംഭവിച്ച കാര്യങ്ങൾ ബിന്ദു ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ തന്നെ മാനസികമായി വേട്ടയാടുകയും കള്ളിയാക്കാൻ നോക്കുകയും ചെയ്ത പോലീസുകാരെ ആ യുവതി അങ്ങനെ മറക്കില്ല. പോലീസ് ക്രൂരതയുടെ ഭീകരത നേരിട്ടറിഞ്ഞതാണ് ബിന്ദു. ദളിത് യുവതിക്കെതിരെ പേരൂർക്കട പോലീസ് ചുമത്തിയ മാലമോഷണ കുറ്റം നുണക്കഥയെന്നാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. നേരത്തെ സസ്പെൻഡ് ചെയ്ത 2 പോലീസുകാർക്ക് പുറമെ അന്നത്തെ SHO ശിവകുമാറിനെതിരെ നടപടി വേണമെന്നും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. തിരുവനന്തപുരം അമ്പലമുക്ക് സ്വദേശിനി ബിന്ദുവിനെ മോഷണക്കുറ്റം ആരോപിച്ച് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിലാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. അമ്പലമുക്ക് സ്വദേശിയായ ഓമന ഡാനിയലിന്റെ വീട്ടിലാണ് ബിന്ദു ജോലിക്ക് നിന്നിരുന്നത്. വീട്ടിൽ നിന്നും മാല മോഷണം പോയെന്നും അത് വീടിന് പിന്നിലെ മാലിന്യക്കൂനയിൽ നിന്നും കണ്ടെത്തിയെന്നും മോഷ്ടിച്ച മാല ബിന്ദു മാലിന്യക്കൂനയിൽ ഉപേക്ഷിച്ചതാണെന്നുമായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. എന്നാൽ ഇത് പോലീസ് ബോധപൂർവം ഉണ്ടാക്കിയ കള്ളക്കഥയാണെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വീട്ടുടമയായ ഓമന ഡാനിയലിന് മറവി പ്രശ്നമുണ്ട്. കാണാതായ മാല ഇവർ വീടിനുള്ളിൽ തന്നെ വെച്ചിരുന്നു. വീട്ടിനുള്ളിലെ സോഫയ്ക്ക് സമീപത്ത് വെച്ച് മാല പിന്നീട് കണ്ടെത്തി.
ഇതു മറച്ചുവെച്ചായിരുന്നു പോലീസിന്റെ കള്ളക്കഥ. മോഷണക്കുറ്റം ആരോപിച്ചായിരുന്നു ബിന്ദുവിനെ പേരൂർക്കട പോലീസ് കസ്റ്റഡിയിലെടുത്ത് പീഡിപ്പിച്ചത്. വെള്ളവും ഭക്ഷണവും നൽകാതെ രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിലിരുത്തി മാനസികമായി പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി. വീട്ടിൽ നിന്നും മാല കിട്ടിയതോടെ അടുത്ത ദിവസം ഉച്ചയോടെ ബിന്ദുവിനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിട്ടയച്ചു. ബിന്ദുവിനെ അന്യായമായി കസ്റ്റഡിയിലെടുത്തത് ന്യായീകരിക്കാനാണ് പോലീസ് നുണക്കഥ മെനഞ്ഞതെന്ന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിദ്യാധരന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. നേരത്തെ ഈ സംഭവത്തിൽ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയ CPOമാരായ പ്രസാദ്, പ്രസന്നൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. വീട്ടിൽ ആളില്ലാത്തപ്പോൾ കതക് പൊളിച്ച് അകത്ത് കയറുന്നവരെ പൊതുവെ നമ്മൾ വിളിക്കാറുള്ളത് കവർച്ചക്കാരെന്നോ മോഷ്ടാക്കളെന്നോ ആണ്. എന്നാൽ ചില പോലീസുകാരും ഇപ്പോൾ ആ പണി തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം ധനുവച്ചപുരത്ത് ആളില്ലാത്ത സമയം പോലീസ് വീട് കുത്തിത്തുറന്നതായി പരാതി. ധനുവച്ചപുരം സ്വദേശി ബാബുരാജിൻ്റെ മകനെ തേടിയെത്തിയ പോലീസുകാരാണ് അതിക്രമം കാട്ടിയത്. വീടിനുള്ളിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ എടുത്തതായും പരാതിയിൽ പറയുന്നു. എന്നാൽ ഒരു അടിപിടി കേസിലെ പ്രതിയായ യുവാവിനെ തേടി വീട്ടിലെത്തിയതെന്നാണ് പോലീസിൻ്റെ വിശദീകരണം. റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ ബാബുരാജിന്റെ വീട്ടിൽ പോലീസ് അതിക്രമം നടത്തിയെന്നാണ് പരാതി. വീട്ടിൽ ആളില്ലാതിരുന്ന സമയം അടുക്കളവാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി ബാബുരാജിന്റെ ഭാര്യയുടെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ടുപോയെന്നാണ് പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് ബാബുരാജ് പറയുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ 1-ാം തീയതി ബാബുരാജിന്റെ മകൻ ചന്ദ്രബാബു സുഹൃത്തുക്കളുമായി സംസാരിച്ചു നിൽക്കവേ മദ്യപിച്ചെത്തിയയാൾ അസഭ്യം പറയുകയും ബൈക്കിൽ നിന്ന് തള്ളിയിടുകയും ചെയ്തു. ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ചന്ദ്രബാബുവിനെതിരെ കേസെടുത്തു. ഇയാളെ അന്വേഷിച്ചെത്തിയ പോലീസ് സംഘമാണ് അതിക്രമം കാട്ടിയതായി പറയുന്നത്. ഞാൻ ഒരു ബാങ്കിൽ ജോലി ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ കുടുംബമായിട്ട് താമസിക്കുന്നതാണ്. എൻ്റെ മകൻ കഴിഞ്ഞ 1-ാം തീയതി ഒരു ജോലിക്ക് പോയിട്ട് വൈകിട്ട് വരുമ്പോൾ കുരിശടിയിലൂടെ വെച്ച് ഒരാൾ മോനെ അടിക്കാൻ നിൽക്കുകയും ചീത്തടിക്കുകയൊക്കെ ചെയ്ത് അവൻ പിടിച്ചിടുകയും എന്തോ ചെയ്തു. അതിന് പോലീസ് കേസൊന്നുമായി നോക്കൊന്നും അറിയില്ല. നമ്മൾ വീട്ടിലുണ്ടായിരുന്നതാണ്. പക്ഷേ അവരിപ്പം വീട്ടിൽ വന്ന് വേണ്ട വെള്ളം കാണിച്ച് എല്ലാം പഠിച്ച് തുറന്നിട്ട് പോയിരിക്കുകയാണ്. ചവിട്ടി തുറന്ന് എൻ്റെ ഭാര്യയുടെ ഫോണും എടുത്ത് കൊണ്ടുപോയിരിക്കുകയാണ്. ഇതിങ്ങനെ ഒരു പിള്ളേരെ കുറ്റം ചെയ്ത് നമ്മളറിയുന്നില്ല. പക്ഷേ അവർ നിയമപരമായിട്ട് കേസെടുക്കുകയെല്ലാം ചെയ്യാതെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. കൊലക്കേസ് പ്രതികൾ ചെയ്യുമ്പോൾ ചെയ്തിരിക്കുകയാണ്. പോലീസിനെതിരെ റൂറൽ SP-ക്കും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും ബാബുരാജ് പരാതി നൽകി. എന്നാൽ ധനുവച്ചപുരത്ത് നടന്ന അടിപിടി കേസിലെ 1-ാം പ്രതിയാണ് ചന്ദ്രബാബു എന്നും കേസിലെ ഒരു പ്രതി നിലവിൽ റിമാൻഡിലാണെന്നും ഇയാൾ വീട്ടിലുണ്ടെന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം മാത്രമാണ് നടത്തിയതെന്നുമാണ് പോലീസ് പറയുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. പേര് മുഹമ്മദ് റിയാസ്. കൂട്ടുകാരെല്ലാം മണവാളൻ റിയാസ് എന്ന് വിളിക്കും. ഒരു മണവാളനെ പോലെയാണ് എല്ലാവരെയും സമീപിക്കുന്നത്. ഏത് യുവതികളെ പരിചയപ്പെട്ടാലും വിവാഹ വാഗ്ദാനം നൽകും. പിന്നെ ലൈംഗികമായി പീഡിപ്പിക്കുകയും അവരുടെ പണവും സ്വർണവും അപഹരിക്കുകയും ചെയ്യും. തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് കേരളത്തിനകത്തും പുറത്തും ആഡംബര ജീവിതം. മലപ്പുറം പോത്തുകൽ സ്വദേശിനിയായ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് സ്വർണവും പണവും തട്ടിയെടുത്ത കേസിൽ മണവാളൻ റിയാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭാര്യയ്ക്കൊപ്പം വയനാട്ടിൽ ഒളിവിൽ താമസിക്കുമ്പോഴായിരുന്നു പോലീസിൻ്റെ നടപടി. മലപ്പുറത്തിന് പുറമെ പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിലും റിയാസിനെതിരെ സമാനമായ കേസുകൾ നിലവിലുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക പീഡനത്തിനിരയാക്കുകയും സ്വർണവും പണവും കവരുകയും ചെയ്തെന്ന പരാതിയിലാണ് മണവാളൻ റിയാൻസ് എന്നറിയപ്പെടുന്ന മേലാറ്റൂർ എടപ്പറ്റ സ്വദേശി മുഹമ്മദ് റിയാസിനെ അറസ്റ്റ് ചെയ്തത്. പോത്തുകൽ പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. വയനാട് പനമരത്ത് ഭാര്യയ്ക്കൊപ്പം ഒളിവിൽ കഴിഞ്ഞു വരവെയാണ് റിയാസിനെ അറസ്റ്റ് ചെയ്തത്. മുജീബ് എന്ന പേരിലും ഇയാൾ അറിയപ്പെടുന്നുണ്ട്. വിധവകളും നിരാലംബരുമായ സ്ത്രീകളാണ് റിയാസിന്റെ തട്ടിപ്പിൽ ഇരയായവരിൽ കൂടുതൽ. ഫോണിലൂടെ പരിചയപ്പെട്ട ശേഷം സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും പണവും സ്വർണവും കവരുകയും ചെയ്യുന്നതാണ് പ്രതിയുടെ രീതി. തട്ടിയെടുത്ത പണമുപയോഗിച്ച് കേരളത്തിനകത്തും പുറത്തും ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു റിയാസ്.
മലപ്പുറത്തിന് പുറമെ പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിലും റിയാസിനെതിരെ സമാനമായ കേസുകൾ നിലവിലുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പോത്തുകൽ ഇൻസ്പെക്ടർ CN സുകുമാരനും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. SI മനോജ് KS, CPOമാരായ അബ്ദുൾ നാസർ, ശ്രീകാന്ത് എടക്കര, സാബിർ അലി, സക്കീർ ഹുസൈൻ മാമ്പുയിൽ, CPOമാരായ ഷാഫി മരുത, ഷൈനി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് 18 തിരൂർ. സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിച്ചാലുള്ള അപകടത്തെക്കുറിച്ചും ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ഏറ്റവും നന്നായി അറിയാവുന്നവരാണ് ഡോക്ടർമാരും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരും. എന്നാൽ ഇക്കാലത്ത് ഡോക്ടർമാർക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുകയാണ്. ഒട്ടേറെ പേരാണിപ്പോൾ മയക്കുമരുന്ന് കേസുകളിൽ പിടിക്കപ്പെടുന്നത്. കൊച്ചിയിലെ ഒരു യുവ ഡോക്ടർ MDMAയുമായി പിടിയിലായതാണ് ഒടുവിലത്തെ സംഭവം. പറവൂർ വടക്കേക്കര സ്വദേശി അംജദ് അഹ്സാനെ കൊച്ചി സിറ്റി ഡാൻസ് ഓഫ് സ്ക്വാഡാണ് കസ്റ്റഡിയിലെടുത്തത്. ഉപയോഗിക്കാനായി കൊണ്ടുവന്ന MDMA ആണ് ഇതെന്നാണ് പ്രതിയുടെ മൊഴി. ഇയാൾക്ക് ലഹരി എത്തിച്ചയാളെ കേന്ദ്രീകരിച്ചും മറ്റാർക്കെങ്കിലും ഇത് കൈമാറിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്ന് കഞ്ചാവുമായി ഒരു അഭിഭാഷകനും പിടിയിലായിരുന്നു. ഉക്രൈനിൽ MBBS പഠനം പൂർത്തിയാക്കിയ അംജദ് നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നു. എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് അംജദ് അഹ്സാൻ ഹൗസ് സർജൻസി പൂർത്തിയാക്കിയത്. അംജദ് ലഹരിമരുന്ന് നിരന്തരം ഉപയോഗിക്കുന്നെന്ന വിവരത്തെ തുടർന്ന് കഴിഞ്ഞ 1 മാസമായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. മയക്കുമരുന്ന് കൈമാറാൻ ശ്രമിക്കുന്നതിനിടെ പുല്ലേപ്പടിയിൽ വെച്ചാണ് ഇയാളെ പിടികൂടിയത്. അംജദിന്റെ കയ്യിൽ നിന്ന് 1 ഗ്രാമിൽ താഴെ മാത്രമുള്ള MDMA ആണ് കണ്ടെത്തിയത്. അതിനാൽ NDPS ആക്ട് പ്രകാരം സ്റ്റേഷൻ ജാമ്യം ലഭിക്കും. എന്നാൽ പ്രതി ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആയതിനാൽ കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് കോടതിയിൽ ഹാജരാക്കുമെന്നും എറണാകുളം നോർത്ത് പോലീസ് പറഞ്ഞു. ചില ഡോക്ടർമാരുടെയും ആശുപത്രി ജീവനക്കാരുടെ ഇടയിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായി വിവരമുണ്ട്. എന്നാൽ തിരക്കേറിയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇത്തരം മയക്കുമരുന്ന് ശൃംഖലകൾ പ്രവർത്തിക്കുന്നത് കണ്ടെത്തുന്നത് പോലീസിന് വലിയ വെല്ലുവിളിയായി മാറുകയാണ്. സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. നാർക്കോട്ടിക് ACP KA അബ്ദുൽ സലാമിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അതേസമയം 1/2 കിലോ കഞ്ചാവുമായി കഴിഞ്ഞ ദിവസം അഭിഭാഷകനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പാലക്കാട് ജില്ലാ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകൻ ശ്രീജിത്തിനെയാണ് പുതുനഗരം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഞായറാഴ്ച സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 49 പേരാണ് അറസ്റ്റിലായത്. മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കപ്പെടുന്ന 1567 പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കി. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 46 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ധർമ്മസ്ഥലയിലെ സൗജന്യ എന്ന പെൺകുട്ടിയുടെ ദുരൂഹ മരണം സംഭവിക്കുന്നത് 2012-ലാണ്. 13 വർഷത്തോളം മകൾക്ക് നീതി ലഭിക്കാനായി ആ കുടുംബം പോരാട്ടം നടത്തി. പല രാഷ്ട്രീയ നേതാക്കളെയും പോലീസിനെയും നേരിൽ കണ്ട് പരാതി ബോധിപ്പിച്ചെങ്കിലും ആരും കേട്ട ഭാവം പോലും നടിച്ചില്ല. ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക വെളിപ്പെടുത്തലും അന്വേഷണവും വിവാദമായതോടെ സൗജന്യയ്ക്ക് നീതി ഉറപ്പാക്കുമെന്ന് പറഞ്ഞ് ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ എത്തുന്ന കാഴ്ച. സൗജന്യ ആക്ഷൻ കമ്മിറ്റിക്ക് പിന്തുണയുമായി BJP സംസ്ഥാന ഘടകം എത്തിയതോടെ വൻ രാഷ്ട്രീയ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. സൗജന്യ കേസിൽ പുനരന്വേഷണത്തിനായി നിയമസഹായം ഉൾപ്പെടെ നൽകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ BY വിജയേന്ദ്ര കുടുംബത്തിന് ഉറപ്പ് നൽകി. അതിനിടെ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകനും യൂട്യൂബറുമായ മനാഫിനെ SIT ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ധർമ്മസ്ഥലയിൽ വൻ രാഷ്ട്രീയ വഴിത്തിരിവ്. സൗജന്യ ആക്ഷൻ കമ്മിറ്റിക്ക് പിന്തുണയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ BY വിജയേന്ദ്ര സൗജന്യയുടെ വീട് സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസമാണ് ബലാത്സംഗത്തിനിരയായി അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സൗജന്യയുടെ വീട്ടിൽ വിജയേന്ദ്ര സന്ദർശനം നടത്തിയത്. 2012 ഒക്ടോബറിലാണ് സൗജന്യ കൊല്ലപ്പെടുന്നത്. സൗജന്യ കൊല്ലപ്പെട്ടിട്ട് 13 വർഷങ്ങൾക്ക് ശേഷം ആക്ഷൻ കമ്മിറ്റിക്ക് പിന്തുണയുമായി BJP സംസ്ഥാന നേതൃത്വം എത്തുന്നുവെന്നതും ഏറെ രാഷ്ട്രീയ ചർച്ചയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. കേസിൽ സന്തോഷ് റാബു എന്നയാളെ ബെൽത്തങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും 2023
നിരപരാധിയെന്ന് കണ്ട് ഇയാളെ സുപ്രീം കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. ഇതോടെയാണ് സൗജന്യക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ജസ്റ്റിസ് ഫോർ സൗജന്യ ആക്ഷൻ കമ്മിറ്റി രംഗത്ത് വരുന്നത്. നിയമസഭയിൽ ഉൾപ്പെടെ BJP MLA-മാരാണ് ആക്ഷൻ കമ്മിറ്റിക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരുന്നത്. തീവ്രവാദ സംഘടനകളിൽ നിന്നുൾപ്പെടെ വിദേശ ഫണ്ട് ആക്ഷൻ കമ്മിറ്റിക്ക് ലഭിച്ചിട്ടുണ്ടെന്നായിരുന്നു ആരോപണം. ഒരു ഘട്ടത്തിൽ SIT അന്വേഷണം പോലും അട്ടിമറിക്കുന്ന രീതിയിലായിരുന്നു BJPയുടെ ഇടപെടൽ. ഇതിനിടയിലാണ് നിലപാടിൽ മലക്കം മറിച്ചില്ലെന്നതും ശ്രദ്ധേയമാണ്. SIT അന്വേഷണം അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കവെയാണ് ബംഗളകുട്ടയിൽ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. സൗജന്യയുടെ അമ്മയുടെ സഹോദരൻ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് നിന്നാണ് ഇവ കണ്ടെത്തിയത്. ഇതേ ഇടത്തു നിന്നാണ് മുൻ ശുചീകരണ തൊഴിലാളിയും നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുമുള്ള ചിന്നയ്യ തെളിവിനായി തലയോട്ടി ഹാജരാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട മഹസർ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾക്കിടയിലാണ് പുതിയ സംഭവവികാസമുണ്ടായത്. നിലവിൽ ഈ പ്രദേശം കനത്ത പോലീസ് സുരക്ഷയിലാണ്. ഇവിടം കേന്ദ്രീകരിച്ച് വിശദമായ പരിശോധന നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഒന്നാം ഘട്ടത്തിൽ നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലവും SITക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ SIT തയ്യാറായിട്ടില്ല. പോയിന്റ് 6, 11A എന്നിവിടങ്ങളിൽ നിന്നാണ് മനുഷ്യന്റെ പൂർണ്ണ അസ്ഥികൂടങ്ങളും നിരവധി അസ്ഥികളും കണ്ടെത്തിയിരുന്നത്. ഇതിനിടെ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകനും യൂട്യൂബറുമായ മനാഫിനെ SIT ചോദ്യം ചെയ്തു. മണിക്കൂറുകളോളമാണ് ചോദ്യം ചെയ്യൽ നീണ്ടുനിന്നത്. SIT അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തനാണെന്നും കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് തന്നോട് തേടിയതെന്നും മനാഫ് പ്രതികരിച്ചു. പല രീതിയിലുള്ള ചോദ്യം ചെയ്യലുണ്ടായിരുന്നു, ഒറ്റപ്പെടുത്തിയിട്ടുള്ള ചോദ്യം ചെയ്യലുണ്ടായിരുന്നു, കൂട്ടായിട്ട് ജസ്റ്റിസ് ഫോർ സൗജന്യൻ്റെ എല്ലാവരെയും ഇരുത്തിയിട്ടും ചോദ്യം ചെയ്ത്. ഇത് കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരും, കുറച്ച് സമയമെടുക്കും ഈ കാര്യങ്ങൾക്കൊക്കെ. പിന്നെ അതുപോലെ തന്നെ പല സമ്മർദ്ദങ്ങളും പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങളും കാണുന്നുണ്ട് അവിടെ. നിങ്ങളെ പ്രതിയാക്കാൻ വേണ്ടി അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായ കാര്യങ്ങളെ എന്താവുള്ളൂ SITന്റെ ഭാഗത്തുനിന്ന് അത് എടുക്കുകയുള്ളൂ, സ്വീകരിക്കുകയുള്ളൂ. ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്നതോടെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം ഇനി എന്ത് എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് 18 ധർമ്മസ്ഥല. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ നിന്ന് 6 വർഷം മുൻപ് കാണാതായ വിജിലിന് എന്താണ് സംഭവിച്ചത്? യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചെന്നും മൃതദേഹം സുഹൃത്തുക്കൾ ചേർന്ന് കുഴിച്ചു മൂടിയെന്നും നാളുകൾക്ക് ശേഷമുള്ള വെളിപ്പെടുത്തൽ. ആ കേസിൻ്റെ അന്വേഷണത്തിലാണ് വിജിൽ അമിതമായ ലഹരി ഉപയോഗം കാരണം മരിച്ചതാണെന്നും സംഭവം പുറത്തറിയാതിരിക്കാൻ മൃതദേഹം മറവ് ചെയ്തെന്നും കണ്ടെത്തിയത്. വിജിലിൻ്റെ മൃതദേഹത്തിനായി പോലീസിൻ്റെ തിരച്ചിൽ തുടരുകയാണ്. മൃതദേഹം ചവിട്ടി താഴ്ത്തിയതായി പ്രതികൾ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള വഴി നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് വീണ്ടും തിരച്ചിൽ നടത്താനാണ് തീരുമാനം. പ്രതികളുടെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം 3 ദിവസം തെരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം ചവിട്ടിത്താഴ്ത്തിയായി പറയപ്പെടുന്ന ഇടത്തേക്ക് പോലീസിനെത്താൻ കഴിഞ്ഞിരുന്നില്ല. മഴ കനത്തോടെ തെരച്ചിൽ അവസാനിപ്പിക്കുകയും ചെയ്തു. കാലാവസ്ഥ അനുകൂലമായതോടെയാണ് വീണ്ടും പരിശോധന ആരംഭിച്ചത്. മൃതദേഹം ഉള്ളതായി കരുതുന്നിടത്തേക്ക് ഇപ്പോഴും മണ്ണുമാന്തി യന്ത്രങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ല. താൽക്കാലികമായി നിർമ്മിച്ച വഴിയിൽ മണ്ണുമാന്തി യന്ത്രം താഴ്ന്നു പോകുന്നതും തിരിച്ചടിയാണ്. കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ സ്ഥലത്തെത്തിച്ച് ചതുപ്പ് നിലം കുഴിച്ച് ചെളി കരലിട്ട ശേഷം സൂക്ഷ്മമായി പരിശോധന നടത്താനാണ് പോലീസിന്റെ നീക്കം. കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളുമായാണ് തെരച്ചിൽ പുനരാരംഭിച്ചത്.
CR AM പ്രേംലാൽ, എലത്തൂർ ഇൻസ്പെക്ടർ KR രഞ്ജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ. മൃതദേഹം കണ്ടെത്താൻ കഴിവുള്ള പോലീസ് നായ്ക്കളെയും സ്ഥലത്തെത്തിച്ചിരുന്നു. വെസ്റ്റ് ഹിൽ സ്വദേശി ബിജിലിനെ 2019 മാർച്ചിലാണ് കാണാതായത്. ലഹരി ഉപയോഗത്തിനിടെ ബിജിൽ മരിച്ചുവെന്നും പിന്നീട് സരോവരത്ത് ചതുപ്പിൽ മൃതദേഹം കെട്ടിത്താഴ്ത്തിയെന്നുമാണ് പ്രതികളുടെ മൊഴി. യുവാവിനെ കാണാതായ സംഭവത്തിൽ രജിസ്റ്റർ ചെയ്ത കേസ് പുനരന്വേഷിക്കുന്നതിനിടെയാണ് എരഞ്ഞിപ്പാലം സ്വദേശി നിഖിൽ, വേങ്ങേരി സ്വദേശി ദീപേഷ് എന്നിവരെ ചോദ്യം ചെയ്തത്. ഇതോടെ ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. ബുള്ളറ്റിൽ കറങ്ങി നടന്ന് ലഹരി വിൽപ്പന, അതിനായി സംസ്ഥാനത്തെമ്പാടും സോളോ ട്രിപ്പ്. സോഷ്യൽ മീഡിയയിൽ നിരവധി ഫോളോവേഴ്സുമുണ്ട്. അങ്ങനെയാണ് കണ്ണൂർ പയ്യന്നൂരിലെ നിഖില എന്ന യുവതിക്ക് ബുള്ളറ്റ് ലേഡി എന്ന പേര് വീണത്. നിരവധി ലഹരി കേസുകളിൽ പ്രതിയായ യുവതി പോലീസിൻ്റെയും എക്സൈസിൻ്റെയും നോട്ടപ്പുള്ളിയാണ്. തുടർച്ചയായി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയായതോടെ നിഖിലയ്ക്ക് എക്സൈസിൻ്റെ കത്രിക പൂട്ട്. യുവതിയെ NDPS ആക്ട് പ്രകാരം കരുതൽ തടങ്കലിൽ വെച്ചിരിക്കുകയാണ്. ജാമ്യം നൽകാതെ 6 മാസം വരെയും തടങ്കലിൽ വെക്കാമെന്നതാണ് ഈ നിയമത്തിൻ്റെ പ്രത്യേകത. ലഹരിമരുന്നു കടത്തും വിൽപ്പനയും സ്ഥിരം തൊഴിലാക്കിയ പയ്യന്നൂർ മുല്ലക്കോട് സ്വദേശിനി നിഖില ബുള്ളറ്റ് ലേഡി എന്നാണ് അറിയപ്പെടുന്നത്. NDPS ആക്ട് പ്രകാരമാണ് ഈ 30-കാരിയെ എക്സൈസ് അറസ്റ്റ് ചെയ്തത്. ഈ നിയമപ്രകാരം പ്രതിയെ 6 മാസം തടങ്കലിൽ വെക്കാം. കേരള പോലീസ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെയും ബംഗളൂരു പോലീസിന്റെയും സഹായത്തോടെയാണ് തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ S സതീഷും സംഘവും പ്രതിയെ ബംഗളൂരിൽ നിന്ന് പിടികൂടിയത്. ഇവർ മയക്കുമരുന്ന് കേസുകളിൽ തുടർച്ചയായി ഉൾപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. കണ്ണൂർ ജില്ലയിൽ ആദ്യമായാണ് ഒരു വനിത ഈ നിയമപ്രകാരം അറസ്റ്റിലാകുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ലഹരി വസ്തുവായ മെത്താഫിറ്റമിനുമായി നിഖില അറസ്റ്റിലായിരുന്നു. വിൽപ്പന നടത്താൻ ബംഗളൂരു എത്തിച്ച 4 ഗ്രാം മെത്താഫിറ്റമിനാണ് പിടികൂടിയത്. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. ബുള്ളറ്റിൽ പല സംസ്ഥാനങ്ങളിലൂടെയും സഞ്ചരിച്ചോടെയാണ് നിഖില ബുള്ളറ്റ് ലേഡി എന്നറിയപ്പെട്ടു തുടങ്ങിയത്. ഇത്തരം യാത്രകളിലൂടെ ലഭിച്ച സൗഹൃദങ്ങൾ വഴിയാണ് ലഹരി മരുന്ന് വിൽപ്പനയിലേക്ക് ഇവർ തിരിഞ്ഞത്. 2023 2 കിലോ കഞ്ചാവുമായി യുവതിയെ അറസ്റ്റ് ചെയ്തിരുന്നുവെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. പാക്കറ്റുകളായി സൂക്ഷിച്ച കഞ്ചാവാണ് അന്ന് പിടിച്ചെടുത്തത്. ന്യൂസ് 18 കണ്ണൂർ. കാസർഗോഡ് പിലിക്കോട് നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ അജ്ഞാതൻ്റെ വിളയാട്ടം. ഇരുട്ടിൻ്റെ മറവിൽ വീടിൻ്റെ വാതിലിൽ മുട്ടിയും ടാപ്പ് തുറന്നുവിട്ടും നാട്ടുകാരിൽ ഭീതി സൃഷ്ടിക്കുകയാണ് അജ്ഞാതനായ വ്യക്തി. രാത്രി 12 മണിക്കും 3 മണിക്കും ഇടയിലാണ് ഇയാൾ എത്തുന്നത്. അർദ്ധരാത്രിക്ക് ശേഷം വീടിൻ്റെ വാതിലിൽ മുട്ടി വീട്ടുകാർ ഉണരുമ്പോൾ സ്ഥലം വിടും. കുട്ടികൾ ഉൾപ്പെടെ ആശങ്കയിലായതോടെ ചെറു സംഘങ്ങളായി തിരിഞ്ഞ് രാത്രി നിരീക്ഷണം ആരംഭിച്ചിരിക്കുകയാണ് പ്രദേശവാസികൾ. സംഭവത്തിൽ ചന്ദേര പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. പിലിക്കോട് പഞ്ചായത്തിലെ എക്കച്ചി, വറക്കോട്ടുവയൽ, പടുവളം, കരക്കേരു, കാലിക്കടവ് എന്നിവിടങ്ങളിലാണ് അജ്ഞാതന്റെ വിളയാട്ടം. 1 മാസമായി ഭീതിയോടെയാണ് നാട്ടുകാർ കഴിഞ്ഞുകൂടുന്നത്. രാത്രി 12 മണിക്കും 3 മണിക്കും ഇടയിലാണ് ഉപദ്രവം. ഇത് ഒരാളാണോ ഒന്നിൽ കൂടുതൽ പേരടങ്ങുന്ന സംഘമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അർദ്ധരാത്രിക്ക് ശേഷം വീടിന്റെ വാതിൽ മുട്ടി ആൾക്കാർ ഉണരുമ്പോൾ സ്ഥലം വിടുകയാണ് പതിവ്. ചില വീടുകളിലെ ടാപ്പ് തുറന്നു വിടുകയും ചെയ്തിരുന്നു. ഈ അടുത്തൊരു വീട്ടിലെ CCTVയിൽ കൃത്യമായി ഒരു അജ്ഞാതൻ്റെ ചിത്രം, അവൻ നടന്നു വരുന്നൊരു ഫോട്ടോ CCTVയിൽ പതിയാനിടയായിട്ടുണ്ട്. ഒരു സംശയാസ്പദമായ രീതിയിൽ റോഡിലൂടെ സഞ്ചരിച്ച് പിന്നെ ഏടി എത്താത്ത തരത്തിൽ മടങ്ങിപ്പോകുന്ന തരത്തിൽ ഒരു സംഭവം. പിന്നെ മുട്ടുന്ന തരത്തിലുള്ള ശബ്ദവും പല ജനങ്ങളും കേട്ടിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഷോ എല്ലാം കഴിഞ്ഞ് ചെറുപ്പക്കാർ ഒരു 12 മണി 1 മണിക്ക് വരുന്ന സമയത്ത് ഓടിപ്പോകുന്ന സംവിധാനം 1-2 പേര്. ഈ സംഭവങ്ങളിലും നടക്കുന്ന പറഞ്ഞാൽ 12 മണിക്കും 3 മണിക്കും ഇടയിലാണ്. അത് ചിലപ്പോൾ ഒരു സൈക്കോളജി പറഞ്ഞ് നമ്മളെ
ഉറക്കം നല്ല ഗാഠനിദ്രയിലുണ്ടാകുന്ന സമയം തന്നെ ഒരു 2 മണി 3 മണിക്കിടക്കായിരിക്കുമല്ലേ, 1 മണിക്കും 3 മണിക്കും എടുക്കുക. 2 ആഴ്ച മുമ്പ് വരെ വറക്കോട്ടുവയലിലും എക്കച്ചിയിലുമാണ് ശല്യമുണ്ടായിരുന്നതെങ്കിൽ ഓണ ദിവസങ്ങളിൽ ഇത് പടുവളം ഭാഗത്തായിരുന്നു. പ്രദേശത്തെ CCTV ക്യാമറകളിൽ മോഷ്ടാവിൻ്റെതെന്ന് കരുതുന്ന ഒരു യുവാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച അർദ്ധരാത്രി കാലിക്കടവ് കരക്കക്കാവ് ക്ഷേത്ര പരിസരത്ത് ഒരാളെ സംശയാസ്പദമായ സാഹചര്യത്തിൽ ചിലർ കണ്ടിരുന്നു. കൂടുതൽ പേർ സംഘടിച്ച് എത്തിയപ്പോഴേക്കും ഇയാൾ കാട്ടിലേക്ക് ഓടിമറഞ്ഞു. ചെറുസംഘങ്ങളായി തിരിഞ്ഞ് രാത്രി നിരീക്ഷണം ആരംഭിച്ചിരിക്കുകയാണ് പ്രദേശവാസികൾ. ചന്ദേര പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 പീലിക്കോട്. മദ്യപിച്ച് ലക്കുകെട്ട് കഴിഞ്ഞാൽ പരസ്പരം തെറിവിളി, പിന്നെ നാട്ടുകാർക്ക് നേരെയുള്ള അസഭ്യവർഷം. തിരുവനന്തപുരം പനമോട്ടുകുണത്തെ നാട്ടുകാർ ഇത് സഹിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. കഴിഞ്ഞ ദിവസം മദ്യപ സംഘം 3 പേരെ കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ 4 പേർ പിടിയിലായിട്ടുണ്ട്. 1-ാം പ്രതിയായ സഞ്ജയും ഇയാളുടെ അമ്മയും അടക്കം 4 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒളിവിലുള്ള ഒരാൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാണ്. പൗടിക്കോണം സ്വദേശിയായ 1-ാം പ്രതി സഞ്ജയ്, കുത്താൻ കത്തിയെടുത്ത് നൽകിയ ഇയാളുടെ അമ്മ രഞ്ജിത, 2-ാം പ്രതി അഭിജിത്ത്, 4-ാം പ്രതി അമൽ എന്നിവരെയാണ് ശ്രീകാര്യം പോലീസ് അറസ്റ്റ് ചെയ്തത്. 3-ാം പ്രതിയായ മണിക്കുട്ടൻ ഒളിവിലാണ്. വധശ്രമത്തിനാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. പനങ്ങോട്ടുകോണം സ്വദേശികളായ രാജേഷ്, സഹോദരൻ രതീഷ്, ബന്ധുവായ രഞ്ജിത്ത് എന്നിവർക്കാണ് കഴിഞ്ഞ ദിവസം രാത്രി കുത്തേറ്റത്. സഞ്ജയും സംഘവും മദ്യപിച്ച ശേഷം വീടിന് മുന്നിൽ പരസ്പരം ചീത്ത വിളിച്ചിരുന്നു. ആ സമയം അവിടെ എത്തിയ അയൽവാസി രാജേഷും കുടുംബവും ഇത് ചോദ്യം ചെയ്തു. വാക്കുതർക്കത്തിനൊടുവിൽ സഞ്ജയ് വീട്ടിൽ കയറി കത്തിയെടുത്ത് സുഹൃത്തുക്കളുമായി ചേർന്ന് 3 പേരെയും കുത്തുകയായിരുന്നു. 3 പേരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വയറ്റിൽ കുത്തേറ്റ രതീഷിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കി. സ്ത്രീകളുടെയും കുട്ടികളുടെയും മുന്നിൽ വെച്ചായിരുന്നു ആക്രമണം. കഴക്കൂട്ടം ACP അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ശ്രീകാര്യം. സോഫ്റ്റ്വെയർ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസം നേടി പിന്നീട് സൗദി അറേബ്യയിൽ മർച്ചന്റ് നേവിയിൽ ജോലി. ലക്ഷങ്ങൾ ശമ്പളമുള്ള ജോലി ലഭിച്ചതോടെ കൊല്ലം നിലമേൽ സ്വദേശി മുഹമ്മദ് സമീർ ആഡംബര ജീവിതത്തിലേക്ക് വഴിമാറി. എന്നാൽ കോവിഡ് സമയത്ത് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയെങ്കിലും അയാളുടെ ജീവിതശൈലിയിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. ഇങ്ങനെ ആഡംബര ജീവിതത്തിന് സമീർ കണ്ടെത്തിയ എളുപ്പ വഴിയായിരുന്നു കവർച്ച. കൊല്ലം നിലമേലിൽ ബാങ്കിനുള്ളിൽ കവർച്ചാശ്രമം നടത്തിയ പ്രതിയെ തേടിയുള്ള അന്വേഷണത്തിലാണ് സമീറിൻ്റെ കഥ പുറംലോകം അറിയുന്നത്. ATM കവർച്ചയായിരുന്നു തൻ്റെ ലക്ഷ്യമെന്നും പിന്നീടാണ് ബാങ്ക് കവർച്ചാശ്രമമായി മാറിയതെന്നും മോഷ്ടാവ് മൊഴി നൽകിയിട്ടുണ്ട്. നിലമേൽ പ്രവർത്തിക്കുന്ന IDFC ഫസ്റ്റ് ഭാരത് ബാങ്ക് ശാഖയിലാണ് ശനിയാഴ്ച പുലർച്ചെ പ്രതി കവർച്ചാശ്രമം നടത്തിയത്. ബാങ്കിന്റെ ലോക്കർ തുറക്കാൻ കഴിയാതായതോടെ CCTV ക്യാമറകളുടെ 2 DVRകൾ കവർന്ന് മോഷ്ടാവ് മടങ്ങി. ചടയമംഗലം പോലീസിന് ലഭിച്ച CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മോഷണം നടന്ന സമയം MC റോഡ് വഴി പോയ 100 കണക്കിന് വാഹനങ്ങൾ പരിശോധിച്ചു. പക്ഷേ മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് സമീപ പ്രദേശങ്ങളിലെ ഇടറോഡുകളിലെ CCTV പരിശോധിച്ചപ്പോഴാണ് മോഷ്ടാവ് നടന്നു പോകുന്ന ദൃശ്യം ലഭിച്ചത്. കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ മോഷ്ടാവായ മുഹമ്മദ് സമീർ നിലമേൽ ടൗണിൽ തന്നെയുള്ള ലോഡ്ജിൽ മുറിയെടുത്ത് താമസിച്ചു വരികയായിരുന്നുവെന്ന് കണ്ടെത്തി. തുടർന്ന് തിങ്കളാഴ്ച രാത്രിയോടെ പ്രതിയെ ചടയമംഗലം പോലീസ് പിടികൂടി. 500 മീറ്റർ ഡിസ്റ്റൻസിലായിട്ട് ഒരു ലോഡ്ജ് ഉള്ളതായിട്ട് മനസ്സിലായി. അവിടെ അതിഥി തൊഴിലാളികളാണ് താമസിക്കുന്നത്. അവിടെ ഒരു മലയാളി ഉള്ളതായിട്ട് വിവരം ലഭിച്ചു. അപ്പോൾ അവിടെ ചെന്ന് പരിശോധിച്ചപ്പോഴും അവിടെ അങ്ങനെ ഒരാൾ നിലവിലില്ലായിരുന്നു. പിന്നീട് നമ്മൾ മുന്നോട്ട് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരാൾ ഇടയ്ക്ക് വന്നു പോകുന്നതായിട്ടും പലപ്പോഴും ഇവിടെ താമസിക്കുന്നതായിട്ടും വിവരം ലഭിച്ചു. അപ്പം തന്നെ അയാളെ വെരിഫൈ ചെയ്തപ്പോൾ ഏകദേശം ആളിനെ പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ പുതിയ കസ്റ്റഡിയിൽ ചോദിച്ചപ്പോൾ തന്നെ കുറ്റസമ്മതം നടത്തുകയാണ് ചെയ്തത്. ആൾ ഒരു അത്യാവശ്യം ടെക്നിക്കൽ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ്. അയാൾ മർച്ചന്റ് നേവിയിലെ നേരത്തെ ഉദ്യോഗസ്ഥനായിരുന്നു.
ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതാണ്. പിന്നീട് വീട്ടുകാരുമായിട്ട് ഇണങ്ങി ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അത്യാവശ്യം ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അതുപോലെ ഈ സൈറിനെ പറ്റിയും ടെക്നിക്കൽ സിസ്റ്റത്തെ പറ്റിയ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ടാണ് ആദ്യം തന്നെ അയാളത് ബ്രേക്ക് ചെയ്തത്. മോഷ്ടാവിനെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ബാങ്ക് കവർച്ചയിലേക്ക് നയിച്ച കാരണങ്ങൾ പോലീസിന് മനസ്സിലായത്. ആദ്യം ATM കവർച്ച നടത്താനാണ് ആലോചിച്ചത്. ഇതിനായി യൂട്യൂബ് വീഡിയോകളും സിനിമകളും കണ്ടിരുന്നു. പിന്നീടാണ് ബാങ്ക് കവർച്ച നടത്താൻ തീരുമാനിച്ചതെന്നും പ്രതി പറഞ്ഞു. ബാങ്കിൽ നിന്ന് വൈദ്യുതി എടുത്ത് കട്ടർ ഉപയോഗിച്ചാണ് ഷട്ടറും വാതിലും പൊളിച്ച് അകത്ത് കടന്നത്. സോഫ്റ്റ്വെയർ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസമുള്ള സമീർ സൗദി അറേബ്യയിൽ താമസിച്ചു വരികയുമായിരുന്നു. ആഡംബര ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ് മോഷണത്തിനിറങ്ങിയതെന്നും പണം മോഷ്ടിച്ച് മണാലിയിലേക്ക് കടക്കാനായിരുന്നു പദ്ധതിയെന്നും പ്രതി പോലീസിനോട് വെളിപ്പെടുത്തി. മോഷണശ്രമം നടത്തിയ ബാങ്കിൽ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ലോഡ്ജ് മുറിയിൽ നടന്ന തെളിവെടുപ്പിൽ മോഷണത്തിന് ഉപയോഗിച്ച കട്ടറും 2 DVRകളും കണ്ടെത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. കൊള്ളപ്പലിശക്കാരെ പൂട്ടാൻ പോലീസ് നടപ്പാക്കിയ പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ഷൈലോക്ക്. അമിതമായ പലിശ ഈടാക്കി നാട്ടുകാരെ കൊള്ളയടിക്കുന്ന സംഘങ്ങളെ നിലയ്ക്ക് നിർത്തുകയാണ് ലക്ഷ്യം. ഓപ്പറേഷൻ ഷൈലോക്കിൻ്റെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിൽ ഇടുക്കിയിൽ ഒരാൾ പിടിയിലായി. സോഡ സുധി എന്നറിയപ്പെടുന്ന നെടുങ്കണ്ടം സ്വദേശി സുധീന്ദ്രനാണ് അറസ്റ്റിലായത്. ഇയാളുടെ പക്കൽ നിന്നും രേഖകളില്ലാതെ കൈവശം വെച്ചിരുന്ന 9,86,000 രൂപയും പിടികൂടി. വട്ടിപ്പലിശക്കാരെ പൂട്ടാനായി പോലീസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഓപ്പറേഷൻ ഷൈലോക്കിന്റെ ഭാഗമായാണ് നെടുങ്കണ്ടത്തും പരിശോധന നടന്നത്. അറസ്റ്റിലായ സുധീന്ദ്രന്റെ പക്കൽ നിന്ന് 9,86,800 രൂപ, 3 ചെക്കുകൾ, ഒപ്പിട്ട് വാങ്ങിയ മുദ്രപത്രങ്ങൾ, പണം നൽകിയതിന് ഈടായി വാങ്ങിയ ആധാരങ്ങൾ, വാഹനങ്ങളുടെ RC ബുക്ക് എന്നിവ കണ്ടെടുത്തു. വലിയ പലിശ നിരക്കിലാണ് ഇയാൾ പണം കടം നൽകിയിരുന്നത്. ഈടായി ചെക്കുകളും ആധാരങ്ങളും ഉൾപ്പെടെയുള്ളവ വാങ്ങിവെച്ചിരുന്നു. കൃത്യസമയത്ത് പണം തിരികെ നൽകാത്തവരെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും പറയപ്പെടുന്നു. മേഖലയിൽ തുടർന്നും വട്ടിപ്പലിശക്കാർക്കായുള്ള പരിശോധനകൾ നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. പ്രായം വെറും 19, തൊഴിൽ കഞ്ചാവ് കച്ചവടം. കോട്ടയം പനച്ചിക്കാട് സ്വദേശി അഫ്സല് ആൾ നിസ്സാരക്കാരനല്ല. കോയമ്പത്തൂരിൽ നിന്ന് KSRTC ബസ്സിൽ കഞ്ചാവ് കടത്തുമ്പോൾ യുവാവ് എക്സൈസിൻ്റെ പിടിയിലായി. വാളയാർ ചെക്ക് പോസ്റ്റിൽ നടന്ന പരിശോധനയിലാണ് 4 കിലോയിലധികം കഞ്ചാവ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത്. കോട്ടയത്ത് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമിടയിൽ വിൽപ്പന നടത്താനാണ് കഞ്ചാവ് എത്തിച്ചതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. കോയമ്പത്തൂർ തൃശൂർ KSRTC ബസ്സിൽ നിന്നും കഞ്ചാവുമായി കോട്ടയം പനച്ചിക്കാട് സ്വദേശി 19 വയസ്സുകാരൻ അഫ്സലാണ് പിടിയിലായത്. വാളയാർ ചെക്ക് പോസ്റ്റിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ P രമേശന്റെ നിർദ്ദേശപ്രകാരം എക്സൈസ് ഇൻസ്പെക്ടർ പ്രേമാനന്ദകുമാറും സംഘവുമാണ് പരിശോധന നടത്തിയത്. അഫ്സലിൽ നിന്നും 4 കിലോ 120 ഗ്രാം കഞ്ചാവ് കണ്ടെത്തി. കോയമ്പത്തൂരിൽ നിന്നും 34,000 രൂപയ്ക്ക് വാങ്ങിയ കഞ്ചാവ് കോട്ടയത്ത് എത്തിക്കാനാണ് ലക്ഷ്യമിട്ടത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി പാലക്കാട് റേഞ്ച് ഓഫീസിലെത്തിച്ചു. എക്സൈസ് ഉദ്യോഗസ്ഥരായ മനോഹരൻ, ശിവകുമാർ, സജീഷ്, അരുൺ, സുബിൻ, അശ്വത് രഞ്ജിനി എന്നിവരും റെയ്ഡിൽ പങ്കെടുത്തു. ന്യൂസ് 18 പാലക്കാട്. ഷവർമ കഴിക്കുന്നത് മൂലം ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്ന സംഭവങ്ങൾ നിരവധിയാണ്. കാസർഗോഡ് പൂച്ചക്കാട് ഷവർമ കഴിച്ച് 14 കുട്ടികളെ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നബിദിന ആഘോഷത്തിൻ്റെ ഭാഗമായി ഹോട്ടലിൽ നിന്നും വാങ്ങിയ ഷവർമ കഴിച്ചാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായതെന്ന് സംശയിക്കുന്നു. സംഭവത്തിൽ ആരോഗ്യവകുപ്പും ബേക്കൽ പോലീസും വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പള്ളിക്കര പൂച്ചക്കാട് കഴിഞ്ഞ ദിവസം രാത്രി സംഘടിപ്പിച്ച നബിദിന ആഘോഷ പരിപാടിയിൽ ഭക്ഷണം വിളമ്പിയിരുന്നു. പള്ളി പരിസരത്ത് പാചകം ചെയ്ത ഭക്ഷണം തികയാതെ വന്നതോടെ
ബാക്കിയുള്ളവർക്ക് തൊട്ടടുത്തുള്ള ഹോട്ടലിൽ നിന്നും ഷവർമ വാങ്ങി നൽകി. ഇത് കഴിച്ചവർക്കാണ് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായത്. പഴകിയ ഷവർമയാണ് നൽകിയതെന്ന് പരാതിയുണ്ട്. വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകാത്തതുകൊണ്ട് അവിടെ നിന്ന് ഒരു 15 ഷവർമ കൊണ്ടുവന്നു. കഴിച്ച പിന്നെ അവർക്ക് ഛർദിയും വയറുവേദനയും തലവേദനയും എല്ലാം ഉണ്ടായി. അങ്ങനെ ഞങ്ങളപ്പോൾ തന്നെ പോലീസിനെ വിളിച്ച് പോലീസ് വന്നിട്ട് നോക്കുമ്പോൾ അത് പഴകിയ ഒരു സാധനമാണ്. എല്ലാവർക്കും അവിടെ കൂടിയ ആൾക്കെല്ലാം അറിയാതെ ഒരു 5-6 ദിവസം പഴക്കമുള്ള സാധനമുള്ളത്. പോലീസുകാരും അതിൻ്റെ സ്മെല്ല് ഇതെല്ലാം കണ്ട് പറഞ്ഞിട്ടായിട്ട് അതിൻ്റെ ആ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പഴകിയ സാധനം എന്നുള്ളത്. അതുകൂടാണ്ട് അവർ തന്നെ ഹോട്ടലുടമ തന്നെ പറഞ്ഞ് അത് പഴകിയത് 4-5 ദിവസത്തെ ആയിപ്പോയി, സോറി എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ കുട്ടികളെ കൊണ്ട് ഇവിടെ വന്ന് അവശ നിലയിലായ കുട്ടികളെ കാഞ്ഞങ്ങാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും നില ഗുരുതരമല്ല. സംഭവത്തിൽ ആരോഗ്യവകുപ്പും ബേക്കൽ പോലീസും വിശദമായ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. സിനിമയിൽ പലപ്പോഴും തിരക്കഥ മോഷണ വിവാദം കേൾക്കാറുണ്ട്. ചില കഥകൾ കോപ്പിയടിച്ചതാണെന്നും തിരക്കഥ മോഷ്ടിച്ചതാണെന്നും പരാതികളും ഉയരാറുള്ളതാണ്. സമാനമായൊരു പരാതിയാണ് പാലക്കാട്ടെ കോൺഗ്രസ് നേതാവിനെതിരെ ഇപ്പോൾ പുറത്തുവരുന്നത്. കോൺഗ്രസ് നേതാവ് സുരേന്ദ്രൻ തരൂർ സിനിമയുടെ തിരക്കഥ മോഷ്ടിച്ച് പണം നൽകാതെ വഞ്ചിച്ചതായി പരാതി. കാജ ഹുസൈൻ എന്ന സംവിധായകനാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. താനും ഭാര്യയും ചേർന്നെഴുതിയ തിരക്കഥയിൽ സിനിമാ ചിത്രീകരണം പുരോഗമിക്കുന്നതിനിടെ നിർമ്മാതാവായ സുരേന്ദ്രൻ തരൂർ തങ്ങളെ സിനിമയിൽ നിന്ന് ഒഴിവാക്കി മറ്റൊരാളെ വെച്ച് ചിത്രീകരണം നടത്തിയെന്നാണ് ആക്ഷേപം. അതേസമയം സംവിധായകന് മുഴുവൻ പണവും നൽകിയതാണെന്ന് സുരേന്ദ്രൻ പ്രതികരിച്ചു. സ്വപ്നങ്ങൾ വിൽക്കുന്ന ചന്ദ്രനഗർ എന്ന സിനിമയെ ചൊല്ലിയാണ് കോൺഗ്രസ് നേതാവ് സുരേന്ദ്രൻ തരൂരിനെതിരെ പരാതിയുമായി സംവിധായകൻ കാജ ഹുസൈൻ രംഗത്ത് വന്നിരിക്കുന്നത്. കാജ ഹുസൈനും ഭാര്യ മോനിഷയും ചേർന്ന് എഴുതിയതാണ് സിനിമയുടെ തിരക്കഥ. ശേഷം ചിത്രീകരണം ആരംഭിച്ചപ്പോൾ കോ പ്രൊഡ്യൂസറായിരുന്നു കോൺഗ്രസ് നേതാവ് സുരേന്ദ്രൻ തരൂർ. തുടർന്ന് സിനിമയ്ക്ക് വേണ്ട മുഴുവൻ പണവും താൻ നൽകാമെന്ന് പറയുകയും ചിത്രീകരണം പുരോഗമിക്കുന്നതിനിടെ കാജ ഹുസൈനെയും മറ്റ് നിരവധി സാങ്കേതിക പ്രവർത്തകരെ മാറ്റി പുതിയ ആളുകളെ വെച്ച് സിനിമ ചിത്രീകരിക്കുകയും ചെയ്തു എന്നാണ് പരാതി. സിനിമയുടെ ചിത്രീകരണം തുടങ്ങി 16 ദിവസം എൻ്റെ നിയന്ത്രണത്തിലും എൻ്റെ ബാനറിലുമാണ് ആ സിനിമയുടെ ചിത്രീകരണം. ആദ്യത്തെ 5 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പുള്ളി നമ്മുടെ സിനിമയിലേക്ക് കമ്മിറ്റ് ആകുന്നത്. അതുവരെ ഉണ്ടായ എല്ലാ ചെലവും തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി നമ്മുടെ സിനിമയിൽ പോലീസിൽ ഏറ്റെടുത്തിട്ടുള്ളത്. നിലവിൽ 16 ദിവസം ചിത്രീകരണം തുടങ്ങിയപ്പോൾ എൻ്റെ ഡയറക്ഷനിൽ പോയ അതേ സബ്ജക്റ്റ് എന്നെ ഒഴിവാക്കിക്കൊണ്ട് എനിക്ക് തരാനുള്ള ഒരു പണവും അതിൻ്റെ ഇതുവരെ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളും ഒന്നും തരാതെ എന്നെ അവരെ സംഘം ചേർന്ന് ഒരു റൂമിൽ കൂട്ടിയിട്ട് ഭീഷണിപ്പെടുത്തി അതിനുശേഷമാണ് എന്നെ അവിടെ നിന്ന് ഇറക്കി വിടുന്നത്. തിരക്കഥ ഉപയോഗിച്ചതിന് പണം നൽകാമെന്ന് പറഞ്ഞെങ്കിലും പണം നൽകിയില്ലെന്നും ഒരു മുറിയിൽ പൂട്ടിയിട്ട് നിർബന്ധിച്ച് മുദ്രപത്രങ്ങളിൽ ഒപ്പിടിച്ചതായും കാജ ഹുസൈൻ പറയുന്നു. ഹുസൈൻ ഒരു SDK പ്രവർത്തകനാണ്. ഒരു നിരവധി കേസുകളിലൊക്കെ പ്രതിയാണ്. പുള്ളിയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറഞ്ഞ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ വേറെ വഴികളില്ല. കാരണം അവരോട് പറഞ്ഞ് ഇത് തിരിച്ച് മേടിച്ചു തരാനോ ഒന്നും അവർക്കാർക്കും കഴിയുന്നില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ പത്രസമ്മേളനം വിളിച്ച് ഈ ചാനലിന് മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കോടതിയോടും നിയമങ്ങളോടും അതേമാതിരി പരിധി പോലീസ് സ്റ്റേഷനോ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് സാധാരണക്കാരുടെ ജീവിതമാർഗ്ഗമാണ്. എന്നെപ്പോലുള്ള സാധാരണക്കാരുടെ ജീവിതമാർഗ്ഗമാണ് പണം ബന്ധപ്പെട്ട് സംബന്ധിച്ച് പണക്കാർക്ക് വേണ്ടി മാത്രം നിയമങ്ങൾ ഉറച്ചുകൊടുക്കുകയാണ്. സാധാരണക്കാരർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നും കൂടി ഇതിനോടൊപ്പം അപേക്ഷിക്കുകയാണ്. സുരേന്ദ്രൻ തരൂരിന് പുറമെ SDPI പ്രവർത്തകനായ ഹുസൈൻ ഇക്കു ഉൾപ്പെടെ നിരവധി പേർ തന്റെ തിരക്കഥ മോഷ്ടിച്ചതിന് പിന്നിലുണ്ടെന്നും KPCC പ്രസിഡന്റിന് ഉൾപ്പെടെ നൽകിയ പരാതിയിൽ പറയുന്നു. അതേസമയം സംവിധായകനും ടെക്നീഷ്യന്മാർക്കും എല്ലാ തുകയും നൽകിയതാണെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സുരേന്ദ്രൻ തരൂർ പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കോഴിക്കോട് വെള്ളയിൽ തോണിച്ചാൽ സ്വദേശി അഷീമിന്റെ മൃതദേഹം കബർ തുറന്ന് പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനം.
മരണത്തിൽ സംശയമുണ്ടെന്ന കുടുംബത്തിന്റെ പരാതിയിലാണ് നടപടി. ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തിരിച്ചടി. കള്ളപ്പണ ഇടപാട് കേസിൽ മുസ്ലിം ലീഗ് നേതാവും മഞ്ചേശ്വരം മുൻ MLA-യുമായ MC കമറുദ്ദീന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉപാധികളോടെ ജാമ്യം നൽകി. പാലക്കാട് തൃത്താലയിൽ അനധികൃത എഴുത്തു ലോട്ടറി നടത്തിയ ഒരാൾ പിടിയിലായത് ആനക്കര ഭാഗ്യ ലോട്ടറി ഏജൻസി നടത്തിപ്പുകാരൻ എടപ്പാൾ സ്വദേശി പ്രസാദ്. കണ്ണൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിലായത് പുന്നാട് പുറപ്പാറ സ്വദേശി PP ഷാനിഫ്. കുട്ടിക്കാലം മുതൽ മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്കും പ്രശ്നങ്ങളും നേരിൽ കണ്ടാണ് അവൾ വളർന്നത്. മകൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും വേർപിരിഞ്ഞു. പിന്നെ അച്ഛൻ്റെ വീട്ടുകാർക്കൊപ്പമായിരുന്നു ആ പെൺകുട്ടിയുടെ താമസം. കൗമാരപ്രായം, 10ാം ക്ലാസ്സിൽ പഠനം. പല പ്രശ്നങ്ങളും നേരിട്ടപ്പോൾ സങ്കടം കേൾക്കാൻ അമ്മ കൂടെയില്ലാത്തതിൻ്റെ വിഷമം അവൾക്കുണ്ടായിരുന്നു. വയനാട് പുൽപ്പള്ളിയിലെ കനിഷ്ക എന്ന പെൺകുട്ടിയെ സ്കൂളിൽ പോകുന്ന സമയം ഒരു ഓട്ടോ ഡ്രൈവർ പതിവായി ശല്യം ചെയ്തതോടെ ഈ വർഷം സ്കൂൾ മാറ്റി. അതും അവളെ മാനസികമായി തളർത്തി. കഴിഞ്ഞ ദിവസം നാട്ടിൽ ഓണാഘോഷത്തിനൊക്കെ സജീവമായിരുന്നെങ്കിലും പിന്നെ ആ പെൺകുട്ടിയെ കാണാനില്ലെന്ന വിവരമാണ് നാട്ടുകാർ അറിഞ്ഞത്. അന്വേഷിച്ചപ്പോൾ സമീപത്തുള്ള പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കനിഷ്കയെ കണ്ടെത്തുന്നു. എന്തായിരിക്കും അവൾക്ക് സംഭവിച്ചത്? ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. അവളെ കേൾക്കാനും വിഷമങ്ങൾ പങ്കുവെക്കാനും ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കനിഷ്ക ജീവനൊടുക്കില്ലായിരുന്നു. ഓരോ മാതാപിതാക്കളും തിരിച്ചറിയേണ്ടതാണ് ഈ 15-കാരിയുടെ ജീവിത കഥ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.